ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബോർഡർ ക്രോസ് ചെയ്യുന്ന കഥയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് ബോർഡർ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ബോർഡറാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഇന്ന് ₹1 പോലും ചിലവില്ലാതെ നമ്മളൊന്ന് കസാക്കിസ്ഥാനിൽ പോയിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് 3 ബസ് എടുക്കേണ്ടി വന്നു. ബിക്കോസ് മെയിൻ റോഡ് വരെ ഒരു ബസ്സും അത് കഴിഞ്ഞിട്ട് ചോസ് വരെ ഒരു ബസ്സും അവിടെ നിന്ന് വേറെ ഒരു ബസ്സുമാണ് എടുത്തത്. അപ്പോൾ എനിക്ക് 3 ബസ് എടുക്കേണ്ടി വന്നു. ഇപ്പം മെയിൻ റോഡിലാണ് ഉള്ളവർക്കെങ്കിൽ 2 ബസ് എടുത്താൽ മതി. അപ്പോൾ നമ്മളങ്ങനെ രാവിലെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മൾ പൊക്കോറൊക്കെ ഞങ്ങൾ 5-6 പേരുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ 2ാമത്തെ ബസ്സിൽ കയറി നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ ബസ്സിൽ ക്യാഷ് കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നതാണ്. അറ്റോ എന്ന് പറയുന്ന ആപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാർഡ് സ്വൈപ്പ് ആക്കിയാലും മതി, അല്ലെങ്കിൽ നമുക്ക് ഫോണിലൊരു ആപ്പുണ്ട് അറ്റോ എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ പേനെറ്റ് വഴി നമ്മൾ റീചാർജ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ 2ാമതേറെ ബസ്സിൽ നല്ല തിരക്കൊക്കെ ആയിരുന്നു. നമുക്ക് സീറ്റ് ഇടയിൽ നമ്മൾ ഫുൾ നിൽക്കുമായിരുന്നു. നല്ല ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമുക്ക് കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു 1 കിലോമീറ്ററോളം ബോർഡറിലോട്ട് നടക്കണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇന്നലെ ആണെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ ഇവിടെ തണുപ്പാണ്. ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ പോയതിൻ്റെ അന്ന് നല്ല വെയിലായിരുന്നു. കാരണം ഉസ്ബെക്കിസ്ഥാനിലും വെയിലായിരുന്നു, കസാക്കിസ്ഥാനിലും വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിലത്ത് വെറുതെ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയി. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയതാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് ബസ്സൊന്നും പോകത്തില്ല. പിന്നെ നല്ല ക്രൗഡൊക്കെയാണ്. അപ്പം നമ്മൾ നല്ല കടക്കാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടേക്കൊന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് അവിടെ പാസ്പോർട്ട് കൺട്രോളിൽ നിന്ന് ഇതാണ്. അപ്പോൾ നമ്മളെ ബോർഡർ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ നമ്മൾ കസാക്കിലോട്ട് എൻട്രി അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ മാത്രമേ നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റത്തുള്ളൂ. അകത്തോട്ട് നമുക്ക് ക്യാമറ പ്രോഹിബിറ്റഡ് ആണ്. ഗൈസ്, നമ്മളുടെ പാസ്പോർട്ടൊക്കെ കാണിച്ചു. അപ്പം നമ്മൾക്ക് അൽഫാറാണെങ്കിൽ നമ്മൾ കസാക്കിലോട്ട് പോവുകയാണ്. ചെയ്തില്ല, ഇതിനെ അടിച്ചില്ലടി, അതിപ്പോൾ ചുമ്മാ കയറ്റി വിട്ടതാ. പിന്നെ അപ്പം നമ്മൾ ഇപ്പം കസാക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. എന്നെ അടുത്ത വീഡിയോ ഒക്കെ അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്. നമുക്ക് ആയിട്ട് മൗണ്ടനൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമ്മളെ കൊണ്ട് വീഡിയോ ഇതാക്കി കളഞ്ഞു. ഞങ്ങളൊരു 5-10 മിനിറ്റ് അവിടെ നിന്നോളൂ, കാരണം ഞങ്ങൾക്ക് ടൈം ഇല്ലായിരുന്നു അവിടെ നിൽക്കാൻ. നമ്മളിപ്പോൾ കസാക്കിസ്ഥാനിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എക്സിറ്റ് അടിക്കാൻ പോവാണ്. കസാക്കിസ്ഥാൻ തിരിച്ച് നമ്മൾ ഉസ്ബെക്കിൽ കയറാൻ പോവുകയാണ്. പിന്നെ അവിടെ ഫുൾ ക്യാമറ പ്രോഹിബിറ്റഡ് ആണ്. പിന്നെ അവിടെ നല്ല വെയിലുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ വേണമെങ്കിൽ നമുക്ക് മണിയൊക്കെ കറൻസിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ വേറെ അങ്ങോട്ട് പോയാൽ നമുക്ക് പാസ്പോർട്ട് തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് പിന്നെ കുറച്ച് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ച് ബോർഡർ കസാക്ക് എക്സിറ്റ് അടിച്ച് ഉസ്ബെക്ക് എൻട്രി ആയി. ഇപ്പം നമ്മൾ ഉസ്ബെക്കിലാണ് നിൽക്കുന്നത്. പിന്നെ നല്ല വെയിലൊക്കെയാണ്. നമ്മൾ പിന്നെ പനിയെല്ലാം ആയതുകൊണ്ട് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മൾ പോയില്ല. പിന്നെ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പാർട്ട്മെൻറ്റിലേക്ക്. ബസ്സിലാണ് തിരിച്ചു പോയപ്പോൾ നമുക്ക് കറക്റ്റ് പിന്നെ സീറ്റൊക്കെ കിട്ടിയായിരുന്നു നമുക്ക് പോകാൻ വേണ്ടി. സത്യത്തിൽ നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് അങ്ങോട്ട് പോയ ആ ഭംഗി ആസ്വദിക്കുന്നത്. കാരണം അങ്ങോട്ട് പോയപ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മൾ നിന്നൊക്കെ പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഇരുന്നൊക്കെ ആയതുകൊണ്ട് നല്ലവണ്ണമൊക്കെ ആസ്വദിച്ചാണ് തിരിച്ച് വന്നത്. പിന്നെ കസാക്കി ബോർഡർ അടക്കുന്നിടത്ത് നമുക്ക് ചെക്കിങ്ങിന് ഡോഗ്സൊക്കെ നിൽപ്പുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് പേടിച്ച്. ഡോഗ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഒരു റൂമിൽ നമ്മൾ ഇറങ്ങുന്നിടത്ത് ഡോഗ് നമ്മൾ സ്മെല്ലൊക്കെ ചെയ്ത് നോക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഞങ്ങളടുത്തോട്ട് വന്നില്ല. പിന്നെ നല്ല ഇതൊക്കെ അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ ഇച്ചിരി പേടിച്ചെന്നോ ഒരു സീനില്ല. തിരിച്ച് വന്നപ്പോൾ വേറൊരു കോമഡി ഉണ്ടായി. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. കാരണം ഞങ്ങൾ അങ്ങോട്ട് ബസ് തിരിച്ച് ആ സ്ഥലത്ത് വരത്തില്ലായിരുന്നു, അത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വഴിയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ചോസു മാർക്കറ്റിൽ പോയിട്ടുണ്ട്. പക്ഷേ ചോസു എന്ന് പറഞ്ഞൊരു വലിയ മാർക്കറ്റ് അത്യാവശ്യം. അപ്പം നമ്മൾ അതിൻ്റെ വേറൊരു പാർട്ടിലാണ് കണ്ടുപിടിച്ചെത്തി ഇറങ്ങി.
ഞങ്ങളങ്ങനെ അതിലേക്കൂടെ ആ വിശക്കുകയും ചെയ്യുന്ന നമ്മൾ ഫുഡും കഴിച്ചിട്ടില്ല, എങ്ങനെയും ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങളങ്ങനെ നടന്ന് ലാസ്റ്റ് അതിന് മുമ്പൊക്കെ നമ്മളങ്ങനെ കണ്ടുപിടിച്ചു, മാപ്പിലൊക്കെ നോക്കി. സത്യത്തിൽ ഞങ്ങളിത് ഇതായിപ്പോയി, കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പാട്ടായിരുന്നു ഇത്, ചോസു മാർക്കറ്റിൻ്റെ. പിന്നെ നമ്മൾ ലൂക്കിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് ഒരു സമാധാനം ഓർഡർ. നമ്മൾ ലൂക്കിൽ കയറുമ്പം സ്മാർട്ട് സെറ്റ് എന്ന് പറയുന്നൊരു കോമ്പോ ഉണ്ട്, നമ്മളെപ്പോഴും അതാണ് ഓർഡർ ആക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ബർഗർ, ഒരു വിങ് കിട്ടും, പിന്നെ ഒരു കോളയും കിട്ടും. പിന്നെ ഞാനൊരു ഷുഗർ ചിപ്പ് എന്ന് പറയുന്നൊരു ഷുഗർ കുക്കി എന്ന് പറയുന്നൊരു ബിസ്ക്കറ്റ് ഒരു ഇത് ഓർഡർ ചെയ്തത്. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ ബർഗറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേറെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ബർഗറാണ് ഇഷ്ടം. പിന്നെ നമുക്ക് കീച്ചേനൊക്കെ തന്നു ലൂക്കിൻ്റെ. അങ്ങനെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, ബാക്കി 2 പേര് വേറെ വഴിയിലോട്ട് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് ഇതൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ബൈ ബൈ.